നന്ദു വന്ന സമയം മുതൽ ഓരോന്ന് ആലോചിച്ച് ഒരേ ഇരിപ്പാണ്. ചുറ്റും ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. എണീറ്റ് മുറിയിൽ ലൈറ്റിട്ടു. അതിനിടയിൽ ആരൊക്കെയോ വരുന്നതും പോകുന്നതും. തന്നെ തടിച്ചി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ആരും തന്നെ തേടി മുറിയിലേക്ക് വന്നില്ല. അതിൽ നന്ദുവിന് പരാതിയുമില്ല. അല്ലെങ്കിലും തന്നെ തേടി വരാനും ആശ്വസിപ്പിക്കാനും ഈ വീട്ടിൽ ആരാ ഉള്ളത്? രാമചന്ദ്രൻ മാഷ്. മാഷ് പണ്ട് എപ്പോഴൊക്കെയോ തനിക്ക് അധ്യാപകനായിരുന്നു. അന്നു മുതൽ താൻ വിളിച്ചു തുടങ്ങിയതാണ് മാഷേന്നു. ഇന്ന് ആ പാവത്തിന് പോലും താൻ കാരണം. നന്ദു ഓരോന്നാലോചിച്ചിരിക്കെ പെട്ടെന്ന് ഡോർ തുറന്ന് കണ്ണൻ അകത്ത് വന്നു. പെട്ടെന്നായതുകൊണ്ട് നന്ദു ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ പുഞ്ചിരിയോടെ എഴുന്നേറ്റു. ചേട്ടത്തി പേടിച്ചു പോയോ? അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു. നന്ദു അത്ഭുതത്തോടെ അവനെ നോക്കി. തൻ്റെ പേരെന്താ? നന്ദു പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. എൻ്റെ പേര് അർജുൻ. വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കും. ഞാനിവിടെ LPSൽ പഠിപ്പിക്കുക. പിന്നെ ഒരു അനിയത്തിയുണ്ട്, അന്നപൂർണ. പിന്നെ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച അച്ഛൻ, ക്ലർക്കായ അമ്മ, കണ്ണൻ പറഞ്ഞു. നന്ദു അവരെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ കണ്ണേട്ടൻ? അവളുടെ കണ്ണേട്ടൻ എന്ന വിളി കേട്ട് അവൻ അമ്പരന്ന് നോക്കി. എന്താ ഏട്ടത്തി? അവൻ സംശയത്തിൽ ചോദിച്ചു. ദയവ് ചെയ്ത് കണ്ണേട്ടൻ എന്നെ ഏട്ടത്തി എന്ന് വിളിക്കരുത്. ആ മനുഷ്യന് കെട്ടിയ താലി ഇപ്പോൾ എൻ്റെ കഴുത്തിലില്ല. അങ്ങേരെന്നെ ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല. അങ്ങേരെന്നെ ഭാര്യയായി അംഗീകരിച്ച ശേഷം കണ്ണേട്ടൻ എന്ന് ഏട്ടത്തി എന്ന് വിളിച്ചാൽ മതി. അതുവരെ എൻ്റെ പേര് വിളിച്ചോളൂ, അളകനന്ദ, നന്ദു ചിരിയോടെ പറഞ്ഞു. കണ്ണൻ ഒരു നിമിഷം അവളുടെ ചിരിയിൽ ഒളിച്ചിരിക്കുന്ന ദുഃഖമറിഞ്ഞു. ശരി, നന്ദൂട്ടിയെ ഞാനിനി ഏട്ടത്തി എന്ന് വിളിക്കുന്നില്ല, പോരെ? അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. നന്ദു അവനെ അത്ഭുതത്തോടെ നോക്കി. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ആലു വന്നത്. കണ്ണേട്ടാ! ആലുവിൻ്റെ അലർച്ച കേട്ട് നന്ദു ഞെട്ടി നോക്കി. പക്ഷേ കണ്ണനിലധികം ഞെട്ടലൊന്നും ഉണ്ടായില്ല. എന്താ ആലു? കണ്ണൻ ചോദിച്ചു. കണ്ണേട്ടൻ എന്താ ഇവളുടെ അടുത്ത്? നന്ദുവിനെ ദേഷ്യത്തിൽ നോക്കി ചോദിച്ചു. എനിക്കിന്ന് രാവിലെ മുതൽ ഒരു പെങ്ങളെ കൂടെ കിട്ടി. ദാ ഈ നന്ദൂട്ടി. കണ്ണൻ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ആലുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഒരു പെങ്ങൾ? കണ്ടാലും പറയും പെങ്ങളാണെന്ന്. നിനക്ക് വേറെ വല്ല സൂക്കേടും ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നോക്കടി തടിച്ചി. ആലു നന്ദുവിനെ നോക്കി അലറുകയായിരുന്നു. കണ്ണൻ നന്ദുവിനെ ചേർത്ത് പിടിച്ചു. ഇനി നീ ഒരക്ഷരം മിണ്ടിയ നിന്റെ അടുത്ത കവിളിൽ എൻ്റെ കൈ പതിയും. ഇറങ്ങിപ്പോടി. കണ്ണൻ്റെ അലർച്ചയും നേരത്തെ കിട്ടിയ അടിയുടെ ചൂടും എല്ലാം ഓർത്തപ്പോൾ ആലു നന്ദുവിനെ നോക്കി പേടിപ്പിച്ചു ഇറങ്ങിപ്പോയി. കണ്ണേട്ടാ, എൻ്റെ പേര് ചൊല്ലി ഈ വീട്ടിൽ ഒരു വഴക്ക് വേണ്ട. ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. എനിക്കൊരു ജോലി റെഡിയാക്കി തരുമോ? അവൾ പറഞ്ഞു. കണ്ണൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ആദ്യം നന്ദു പ്രതികരിക്കാൻ പഠിക്ക്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കരുത്. അധികാരത്തോടെ തന്നെ മറുപടി പറയണം. ദാ അതിനിത് കഴുത്തിലിട്ടോ. കണ്ണൻ അതും പറഞ്ഞ് വസുന്ധര പൊട്ടിച്ചെറിഞ്ഞ താലി അവൾക്കു നേരെ നീട്ടി. നന്ദു ചിരിച്ചുകൊണ്ട് അത് വാങ്ങി. ഇത് ഇനി എൻ്റെ കഴുത്തിൽ കിടക്കുന്ന വെറും ഒരു ലോഹകഷ്ണം മാത്രമാണ് കണ്ണേട്ടാ. കെട്ടിയ ഭർത്താവ് നോക്കി നിൽക്കെ പൊട്ടിച്ചെടുത്ത ഈ താലി ഞാൻ അണിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഏട്ടൻ പറഞ്ഞ പോലെ എനിക്കിവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒരു ധൈര്യത്തിന് ഇത് വേണം. നന്ദു ചിരിയോടെ പറഞ്ഞ് കഴുത്തിൽ അണിഞ്ഞു. കണ്ണൻ അവളെ ഒന്നുകൂടെ നോക്കിയിട്ട് പുറത്തേക്ക് പോയി. അവൻ പോയതും വസുന്ധര കയറി വന്നു. അവരെ കണ്ടു നന്ദു ശരിക്കും പേടിച്ചു എന്ന് തന്നെ പറയാം. ദാ നിന്റെ അപ്പൻ ഇവിടെ കൊണ്ടു തന്നിട്ട് പോയതാണ് ഈ ബാഗും പെട്ടിയുമൊക്കെ. നന്ദുവിൻ്റെ ദേഹത്തേക്ക് അവർ ആ ബാഗ് വലിച്ചെറിഞ്ഞു. അച്ഛൻ വന്നിട്ട് പോയോ? നന്ദു ബാഗ് നെഞ്ചോട് ചേർത്ത് ചോദിച്ചു. ഇല്ല, നിന്റെ അച്ഛനെ ഞാൻ കയറ്റിയിരുത്തി സൽക്കരിക്കാം. അങ്ങേരോട് ഞാൻ പറഞ്ഞു തന്നെയാണ് അയച്ചത്. മോൾ ഇനി മുതൽ ഇവിടെ ശമ്പളമില്ലാത്ത ജോലിക്കാരിയാണെന്ന്. നന്ദുവിൻ്റെ കണ്ണു നിറഞ്ഞു. നിന്നോടും പറയുക, ഇവിടെയുള്ള ജോലിക്കാരിയെ ഞാൻ പറഞ്ഞുവിടും. ഇന്നു മുതൽ നിനക്ക് ഇവിടെ കഴിയാം ജോലിക്കാരിയായിട്ട്. കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ എൻ്റെ അനുവാദമില്ലാതെ ഈ വീടിൻ്റെ പുറത്ത് നിന്റെ കാൽ പതിഞ്ഞാൽ. വസുന്ധര വല്ലാത്ത ഒരു ഭാവത്തിൽ പറഞ്ഞു പുറത്തേക്ക് പോയി. നന്ദു തൻ്റെ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് വീണ്ടും നിലത്തേക്കിരുന്നു. രാവിലെ ദേഹത്ത് വീണ ചൂൽ കണി കണ്ടുകൊണ്ടാണ് നന്ദു കണ്ണു തുറന്നത്. അവൾ ഞെട്ടിപ്പിടന്ന് എഴുന്നേറ്റു. ദേഹമൊക്കെ ഒരു വേദന അനുഭവപ്പെട്ടു അവൾക്ക്. വെറും നിലത്താണ് കിടന്നുറങ്ങിയത്. പോരാത്തതിന് ഇന്നലെ വിവാഹസദ്യ അല്പം കഴിച്ചതല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല. അതിൻ്റെ ക്ഷീണവുമുണ്ട്. അതേ, നിന്നെ ഇവിടെ കെട്ടിലമ്മ ചമയാനല്ല കൊണ്ടുവന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പോയി മുറ്റമടിച്ചു വാരി ജോലി തുടങ്ങിക്കോ. എണീറ്റ് പോടി. വസുന്ധര അതും പറഞ്ഞ് തിരിച്ചു വീണ്ടും മുറിയിലേക്ക് പോയി. നന്ദു പതിയെ എഴുന്നേറ്റ് മുറിയിലെ ജനാല തുറന്നു. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. അവൾ തൻ്റെ ബാഗിൽ നിന്ന് തനിക്കിടാനുള്ള ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി ഫ്രഷ് ആകാൻ നോക്കുമ്പോൾ ബാത്റൂം പുറത്തുനിന്ന് പൂട്ടിയേക്കുന്നു. അവൾക്ക് മനസ്സിലായി താൻ പുറത്തുപോയി കുളിക്കാൻ തന്നെ അമ്മ ചെയ്തതാകുമെന്ന്. അവൾ ചുണ്ടിൽ വിരിഞ്ഞ ചെറു ചിരിയോടെ പുറകുവശത്തേക്ക് ഇറങ്ങി. രാവിലെ തന്നെ പുറത്തു നല്ല തണുപ്പും കിളികളുടെ കലപിലയും ഒക്കെ കേൾക്കാം. അവൾ ഒരു നിമിഷം അതൊക്കെ ആസ്വദിച്ചു. പിന്നെ പുറത്തെ ബാത്റൂമിൽ കയറി ഫ്രഷായി കുളിച്ചു
ഇട്ട തുണികളൊക്കെ കഴുകിയിട്ട ശേഷം മുറ്റമെല്ലാം അടിച്ചു വാരി കൈയും മുഖവും കഴുകി അടുക്കളയിലേക്ക് പോയി. പൂജാമുറിയിൽ കയറി വിളക്ക് വയ്ക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. രാവിലെ തന്നെ അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ മടിച്ചു അവൾ അതിന് മുതിർന്നില്ല. രാവിലെ തന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തു കുടിച്ച് അവളുടെ ആളുന്ന വയറ്റിലെ കനൽ അടക്കി. ആരും ഉണർന്നിട്ടില്ല. അപ്പോൾ തന്നെ രാവിലെ എഴുന്നേൽപ്പിക്കാൻ അമ്മ ചെയ്യുന്ന അതേ വിദ്യ തന്നെയാണ് ഇവിടെ അമ്മായിയും ഉപയോഗിച്ചത്. അവളുടെ മനസ്സ് അവളുടെ വീട്ടിലേക്ക് സഞ്ചരിച്ചു. ഡീ 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 നാശം പിടിച്ചവളെ, എഴുന്നേക്ക്. തൻ്റെ മുതുകിൽ ആഞ്ഞടിച്ചുകൊണ്ടാകും തൻ്റെ അമ്മ തന്നെ വിളിക്കുന്നത്. വീട്ടിലും താൻ നിലത്താണ് കിടക്കുന്നത്. കാരണം കട്ടിലിൽ കിടന്നാൽ കട്ടിൽ ഒടിഞ്ഞു വീഴുമെന്ന അനിയത്തിയുടെ വാദം അവിടെ ജയിച്ചു. അതിലും തനിക്ക് പരാതിയില്ല. എന്താ അമ്മേ? നന്ദ ഉറക്കച്ചടവിൽ ചോദിച്ചു. കുന്ത അമ്മേ, പോത്തുപോലെ കിടന്നുറങ്ങാതെ ആ പശുത്തൊഴുത്ത് വൃത്തിയാക്കി പാൽ കറന്നു വെച്ച് ജോലി തുടങ്ങാൻ നോക്കടി. കിടന്ന് പോത്തുപോലെ ഇങ്ങനെ ഉറങ്ങാതെ അങ്ങനെയെങ്കിലും ഈ തടിയൊന്നും ഉടയട്ടെ. അമ്മയുടെ വാക്കുകൾ കേട്ട് നന്ദുവിൻ്റെ നെഞ്ചു പിടഞ്ഞു. സ്വന്തം അമ്മയാണ്, എന്നിട്ടാണ് തന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത്. നന്ദു എതിർത്തൊന്നും പറയാതെ അവർ എണീക്കും മുന്നേ സകല ജോലിയും ഒതുക്കി വരുമ്പോഴാകും അനിയത്തി തനിക്ക് പണി തരുന്നത്. അമ്മേ, വേണിയുടെ ശബ്ദം കേട്ട് അമ്മ ഓടി വന്നു അടുക്കളയിൽ. എന്താ മോളെ, എന്തിനാ നീ വിളിച്ചത്? ദേ, ഈ തടിച്ച് എൻ്റെ ചായക്കപ്പ് താഴെയിട്ട് പൊട്ടിച്ചു. വേണി നന്ദുവിനെ ചൂണ്ടി പറഞ്ഞു. നന്ദു ഞെട്ടലോടെ സ്വന്തം അനിയത്തിയെ നോക്കി. അമ്മേ, ഞാനല്ല, വേണി തന്നെയാണ് കപ്പ് താഴെയിട്ടത്. നന്ദു വേണിയെ നോക്കി പറഞ്ഞു. നാവെടുത്ത നശൂലം നുണയെ പറയൂ. ഈശ്വരാ, ഇതുപോലെ ഒരെണ്ണ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചല്ലോ, ചക്കപ്പോത്ത്. ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോടി, ബാക്കിയുള്ളവരെ ഇങ്ങനെ നാണം കെടുത്താതെ നാട്ടുകാരുടെ മുന്നിൽ. അതും പറഞ്ഞ് സുഹാസിനി നന്ദുവിനെ പൊതിരെ തല്ലി. എന്നാൽ ഇതൊക്കെ കണ്ടു വേണി പൊട്ടിച്ചിരിച്ചു. ഡീ, പിറകിൽ നിന്നുള്ള അലർച്ച കേട്ട് നന്ദു ഓർമ്മകളിൽ നിന്ന് പുറത്തു വന്നു. എന്താ? നന്ദു വേഗം തിരിഞ്ഞ് അല്ലുവിനോട് ചോദിച്ചു. കുന്തം പോലെ വഴിയിൽ കയറി നിറഞ്ഞു നിൽക്കാതെ രാവിലെ മുന്നിന്ന് മാറടി പുല്ലേ. അല്ലു ദേഷ്യത്തിൽ പറഞ്ഞതും നന്ദു വഴി ഒഴിഞ്ഞുകൊടുത്തു. അവൻ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഓ നശൂലം, രാവിലെ തന്നെ ആനയുടെ പുറം പോലെ തിരിഞ്ഞു നിൽക്കുക. നട നിറഞ്ഞു. പിറകിൽ നിന്ന് അടുത്ത വസുന്ധരയുടെ ശബ്ദം കേട്ടപ്പോഴാണ് നന്ദു അല്ലു പോയ വഴിയെ നോക്കി തീർന്നത്. ഞാൻ ചായ ഇടണോ? നന്ദു അവരെ പേടിയോടെ നോക്കി ചോദിച്ചു. വേണ്ട, നിനക്ക് ചായ ഞാനിട്ട് അണ്ണാക്കിൽ ഒഴിച്ചു തരാം, അവർ ദേഷ്യത്തിൽ പറഞ്ഞു. അതല്ല അമ്മേ, എനിക്ക് നിങ്ങളുടെ ചായയുടെ രീതിയും അളവും ഒന്നും അറിയില്ല. അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാനിടാം, നന്ദു പതിയെ പറഞ്ഞു. ദേ തടിച്ചി, എന്നെ വെറുതെ കയറി അമ്മാ കുമ്മാന്നൊന്നും വിളിക്കരുത്. നീ ഒന്നും വിളിക്കേണ്ട, മാറങ്ങോട്ട്. എല്ലാ രീതികളും കണ്ടറിഞ്ഞു നിന്നോണം. നാളെ മുതൽ ഇതൊക്കെ നീ തന്നെയാണ് ചെയ്യേണ്ടത്. വസു അതും പറഞ്ഞ് ചായ ഇടാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി. നന്ദു എല്ലാം ശ്രദ്ധിച്ചു നിന്നു. ചായ വസുന്ധര ഇട്ടുവെച്ചു എല്ലാവർക്കും ഒഴിച്ചു കഴിഞ്ഞു. അര ഗ്ലാസ് ചായ തേയിലക്കൊത്തോടെ ചെറിയ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു. ഇവിടെ ഏതെങ്കിലും പിച്ചക്കാർ വരുമ്പോൾ കൊടുക്കുന്ന പാത്രങ്ങളാണ് ഇതൊക്കെ. നിനക്ക് ഇതിലുള്ളത് ഉപയോഗിക്കാം. സിങ്കിന്റെ സൈഡിലിട്ടിരുന്ന പൊടി പിടിച്ച പാത്രങ്ങൾ ചൂണ്ടി പറഞ്ഞു. നന്ദു തലയാട്ടി. രാവിലെ എല്ലാവരും കഴിക്കാനിരുന്നു. നന്ദു ഭക്ഷണമെല്ലാം എടുത്തു ടേബിളിൽ വെച്ചിട്ട് അവർ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. മോൾ എന്താ അങ്ങോട്ട് പോകുന്നേ? അവിടെ ഇരിക്ക്, അല്ലുവിൻ്റെ അടുത്ത സീറ്റിലേക്ക് ചൂണ്ടി രാമചന്ദ്രൻ പറഞ്ഞു. നന്ദു പെട്ടെന്ന് ഓർക്കാതെ അവിടെ ഇരുന്നു. രാമചന്ദ്രൻ അവൾക്കുള്ള ആഹാരം എടുത്ത് കൊടുക്കാൻ തുടങ്ങിയതും വസുന്ധരയുടെ ശബ്ദമുയർന്നു. എണീക്കടി. നന്ദു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ചാടി എഴുന്നേറ്റു. നിന്നോട് ഞാൻ എന്താടി രാവിലെ പറഞ്ഞത്? വസുന്ധരയുടെ ശബ്ദം കേട്ട് അല്ലു ഉൾപ്പെടെ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് ഒച്ചയുണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്ന്. നന്ദു വാക്കുകൾക്ക് വേണ്ടി പരതി. നിന്റെ വീട്ടിൽ നീ എങ്ങനെ എവിടെ ഇരുന്നോ അതുപോലെ മതി ഇവിടെയും. അവിടെ അടുക്കളയിൽ അടിമപ്പണി ചെയ്തു കഴിഞ്ഞ് എല്ലാവരും കഴിച്ച ബാക്കി പിന്നാമ്പറത്തിരുന്ന് കഴിക്കുന്നത് പോലെ മതി ഇവിടെയും. ഇനി ഈ ഊണുമേശയ്ക്ക് അടുത്ത് നിന്നെ കണ്ടാൽ തിളച്ച വെള്ളം കോരി ഒഴിക്കും. കയറിപ്പോടി തടിച്ചി. വസുന്ധരയുടെ വാക്കുകൾക്ക് മുന്നിൽ ഞെട്ടി ഒരു നിമിഷം നിൽക്കാൻ പോലും മുതിരാതെ അവൾ അടുക്കളയിലേക്ക് ഓടി. അത്രയും കേട്ടിട്ടും അല്ലു ഒരക്ഷരം മിണ്ടിയില്ല. അവനെ ബാധിക്കുന്ന കാര്യമല്ലെന്ന പോലെ ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരുന്നു അവൻ. ആലു പിന്നെ ഒന്നും ശ്രദ്ധിക്കാൻ പോയില്ല. രാമചന്ദ്രൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് കഴിപ്പ് നിർത്തി എഴുന്നേറ്റു. വസു, നീ ഇന്നിവിടെ കാണിക്കുന്നത് നാളെ നീ എല്ലാം ഓർത്ത് കരയുന്ന ഒരു ദിവസം വരും. അന്ന് ആ പോയ കൊച്ചിന്റെ സ്ഥാനത്ത് നീയോ നിന്റെ മോളോ ആകും, നോക്കിക്കോ നീ. രാമചന്ദ്രൻ അതും പറഞ്ഞു പോയി. ബാക്കി 3 പേരും ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ കഴിച്ചു. പക്ഷേ ഗുളികൻ വന്ന് നാവിലിരിക്കുന്നത് പോലെ രാമചന്ദ്രന്റെ വാക്കുകൾ ഒരിക്കൽ സത്യമാകുമെന്ന് ആരും അറിഞ്ഞില്ല. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് അവസാനമാണ് നന്ദു കഴിക്കാനിരുന്നത്. അതും അടുക്കള വശത്ത്. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകി വീട് തൂത്തു തുടച്ച് വൃത്തിയാക്കി ഇട്ടപ്പോഴേക്കും വസുന്ധര ഉച്ചയ്ക്ക് വേണ്ടതൊക്കെ റെഡിയാക്കി. രാവിലെ തന്നെ അല്ലുവും രാമചന്ദ്രനും ആലുവും ഒക്കെ പോയി.
നന്ദുവിന് കുറച്ചു മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ വീട് ഒരു തടങ്കലായി തോന്നി. ആരോടും ഒരക്ഷരം മിണ്ടാതെ തികച്ചും ഒറ്റപ്പെട്ടതുപോലെ തോന്നി അവൾക്ക്. സ്വന്തം വീട്ടിലാണെങ്കിൽ ജനിച്ചു വളർന്ന വീടായതുകൊണ്ട് കുത്തുവാക്കുകൾ കേട്ടാണെങ്കിലും സ്വന്തം കാര്യം കഴിഞ്ഞു പുറത്തു തൊടിയിലോ അമ്പലത്തിലോ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതുമില്ല. നന്ദു കുറച്ചു സമയം അടുക്കളയിലും വീടിനും ചുറ്റുമൊക്കെ നടന്നിട്ട് അകത്തേക്ക് പോയി. ഹാളിൽ ഒരു ഇംഗ്ലീഷ് മാഗസിൻ കിടക്കുന്നത് കണ്ടു. അവൾ അത് എടുത്തു വായിച്ചു. പിന്നെയും അതും കൊണ്ട് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. പഴയ വീടാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഭംഗിയും വൃത്തിയും ആ വീടിനുണ്ട്. വീടിൻ്റെ ഓരോ മുക്കിലും ഇരിക്കുമ്പോൾ മനസ്സിന് കുളിരേകുന്ന ഒരു പ്രത്യേകത അവിടെ ഉണ്ട്. നന്ദു മാഗസിൻ എടുത്ത് പിന്നാമ്പുറത്ത് ഓലമെടയുന്ന ഷെഡിൻ്റെ സൈഡിലിരുന്ന് വായിക്കാൻ തുടങ്ങി. വായിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ പണ്ട് സ്കൂളിൽ നടന്ന ഒരു സംഭവം ഓർമ്മ വന്നു. പണ്ട് സ്കൂളിലും തന്നെ എല്ലാവരും തടിച്ചി തടിച്ചി എന്നാണ് വിളിച്ച് കളിയാക്കുന്നത്. താൻ 8ൽ പഠിക്കുന്ന സമയമാണ്. ഒരിക്കൽ ക്ലാസ്സിൽ എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴാണ് അന്നത്തെ മലയാളം ടീച്ചർ സ്കൂൾ മാഗസിനിൽ സ്വന്തം രചനകൾ ചേർക്കാൻ പറഞ്ഞത്. എഴുതാൻ തനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, കുഞ്ഞിലേ മുതൽ തന്നെ. ഒരുപാട് കഥയും കവിതയും ഒക്കെ വായിച്ചു വന്നതുകൊണ്ട് എഴുതാനും ഇഷ്ടമാണ്. മാഗസിനിൽ ചേർക്കാൻ താൻ ആഗ്രഹിച്ച ഒരു കവിത എഴുതി കൊടുത്തു. അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അന്നത്തെ ടീച്ചർ കളിയാക്കി പുച്ഛത്തിൽ ചുരുട്ടി വേസ്റ്റ് ബോക്സിലിട്ടു. എൻ്റെ കൊച്ചേ, നിനക്ക് കഴിയുന്ന കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാനും കഴിവ് തെളിയിക്കാനും ഒക്കെ പറ്റും. താൻ ഇനി ഇതിലേക്ക് എഴുതി സമയം കളയണ്ട. അതൊക്കെ ബാക്കി കഴിവുള്ള കുട്ടികൾ എഴുതിക്കോളും. ടീച്ചർ പറഞ്ഞ വാചകം അവളുടെ ചെവിയിൽ ചാട്ടുളി പോലെയാണ് വന്നിടിച്ചത്. അന്ന് ടീച്ചർ പോയി കഴിഞ്ഞ് തൻ്റെ കൂട്ടുകാർ തന്നെ കളിയാക്കിയതിന് ഒന്നും ഒരു അതിരില്ലായിരുന്നു. അതിനുശേഷം എഴുത്ത് മത്സരങ്ങൾ ഒരുപാട് വന്നു. പക്ഷേ തന്നെ അതിലൊന്നും ചേർത്തില്ല. ഒടുവിൽ തൻ്റെ ആശയങ്ങൾ, തൻ്റെ രചനകളൊക്കെ മാഗസിനിൽ നിറഞ്ഞു നിന്നു. എല്ലാവരും വായിച്ച് അഭിപ്രായം പറഞ്ഞു. പക്ഷേ അതൊന്നും തൻ്റെ പേരിലായിരുന്നില്ല, മറിച്ച് മറ്റു കുട്ടികളുടെ പേരിലായിരുന്നു. എഴുത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് തിരിച്ചു കളിയാക്കൽ മാത്രം പ്രതീക്ഷിച്ചു കൂട്ടുകാർക്ക് എഴുതി കൊടുത്തു. ഒടുവിൽ ഒരിക്കൽ തൻ്റെ വീടിനടുത്തുള്ള വായനശാലയിൽ നടത്തിയ രചനാ മത്സരങ്ങളിൽ എല്ലാം ഫസ്റ്റും സെക്കൻഡും ഇങ്ങനെ വാരിക്കൂട്ടിയത് കൂടെ പഠിക്കുന്ന ആരോ തൻ്റെ ക്ലാസ് ടീച്ചറിനെ അറിയിച്ചു. അന്നും തൻ്റെ കഴിവ് അംഗീകരിച്ചിട്ടില്ല. പകരം ആള് തികയാതെ വന്ന മത്സരങ്ങൾ തന്നെ ചേർക്കാൻ അവർ വിളിച്ചു. എന്തോ തന്നിൽ അല്പം ആത്മാഭിമാനമുള്ളത് കൊണ്ടാകും താൻ അതിൽ ചേരാൻ പോയില്ല. പുറത്തുനിന്ന് ആരുടെയോ വിളി കേട്ട് നന്ദു ഓർമ്മകളിൽ നിന്ന് ഉണർന്നു. നന്ദുവച്ചി, നന്ദുവച്ചി! തന്നെ ഇത്രയും സ്നേഹത്തോടെ വിളിക്കുന്നത് ആരാണെന്ന് അറിയാതെ നന്ദു വേഗം എഴുന്നേറ്റ് മുൻവശത്തേക്ക് പോയി. നന്ദു അടുക്കളയിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു കൊച്ചു സുന്ദരിക്കുട്ടി അവളെ തേടി അവിടെ എത്തിയിരുന്നു. ഇത് അനുമോള്. അവൾ നിറഞ്ഞ ചിരിയോടെ ആ പെൺകുട്ടിയെ നോക്കി. ചേച്ചിക്ക് എന്നെ മനസ്സിലായോ? ആ കുറുമ്പി ചോദിച്ചു. അനുമോളല്ലേ? നന്ദു ചോദിച്ചു. ആഹാ, അപ്പോ എന്നെ മനസ്സിലായല്ലേ? അനു നന്ദുവിനെ ചുറ്റിപ്പിടിച്ച് ചോദിച്ചു. കണ്ണേട്ടൻ അന്ന് പറഞ്ഞു മോളുടെ കാര്യം, അത് വെച്ച് പറഞ്ഞതാ ഞാൻ. കണ്ണേട്ടൻ സ്കൂളിൽ പോയോ മോളെ? അനുവിനെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. ഏട്ടൻ തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഏട്ടൻ അപ്പച്ചിയുടെ അടുത്ത് എന്തോ സംസാരിക്കുക, നന്ദുവിനെ നോക്കി പറഞ്ഞു. ചേട്ടത്തി വല്ലതും കഴിച്ചോ? അവളെ നോക്കി അനു സംശയത്തോടെ ചോദിച്ചു. നന്ദുവിന്റെ കണ്ണു നിറഞ്ഞു. തന്നോട് ആരും സ്നേഹത്തോടെ താൻ കഴിച്ചോ കുടിച്ചോ എന്നൊന്നും തിരക്കിയതായി ഓർമ്മയില്ല. നന്ദുവച്ചി! അനു അവളെ കുലുക്കി വിളിച്ചു. ഓ, ഞാൻ കഴിച്ചു മോളെ, നന്ദു ചിരിയോടെ പറഞ്ഞു. എന്താ ഇവിടെ രണ്ടുപേരും കൂടെ ഒരു സംസാരം? എനിക്കങ്ങോട്ട് വരാമോ? പുറത്തുനിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ഐശ്വര്യം നിറഞ്ഞ നല്ലൊരു സുന്ദരി അമ്മ. ആളെ മനസ്സിലാകാതെ നന്ദു സംശയത്തോടെ നോക്കി. ചേച്ചി പേടിക്കണ്ട, എൻ്റെ അമ്മയാ. കണ്ട എൻ്റെ ചേച്ചിയാണെന്നേ പറയൂ. ചുമ്മാ ഡൈ അടിച്ച് ആളെ പറ്റിച്ചു നടക്കുക. നന്ദുവിൻ്റെ സംശയം നിറഞ്ഞ നോട്ടം കണ്ട് അനു പറഞ്ഞു. ഡി! അനുവിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് രാഗിണി വിളിച്ചു. അതോടെ അനു ഡീസൻ്റായി. രാഗിണി ചിരിയോടെ വന്ന് നന്ദുവിൻ്റെ മുന്നിൽ വന്ന് നിന്നു. എന്താ മോളുടെ പേര്? നന്ദുവിൻ്റെ കവിളിൽ തലോടി ചോദിച്ചു. അളകനന്ദ, നന്ദു പുഞ്ചിരിയോടെ പറഞ്ഞു. കൊള്ളാലോ, നല്ല പേരാണല്ലോ. പേര് മാത്രമേ കൊള്ളാവൂ, ബാക്കിയൊക്കെ കണക്കാ. കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ ചാടി തൂങ്ങിയ ഇറച്ചി കഷ്ണങ്ങളുമായി നിൽക്കുന്നത്? വസുന്ധര അവരുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു. വസു! രാഗിണി ദേഷ്യത്തിൽ വിളിച്ചു. നാത്തൂന് അലറണ്ട. എവിടെയെങ്കിലും കൊണ്ട് ഇറങ്ങാൻ കൊള്ളാമോ ഇതിന്? ചക്കപ്പോത്ത്! സ്വർണവോ പണമോ കുടുംബമോ ഒന്നും വേണ്ട, ഒരു അനാഥ ആയിക്കോട്ടെ. കൊണ്ടു ഇറങ്ങാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചത് തെറ്റാണോ? വസുന്ധര നന്ദുവിനെ നോക്കി അലറുകയായിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. നന്ദുവിൻ്റെ കണ്ണ് ഒന്ന് നിറഞ്ഞു. അമ്മയ്ക്ക് എൻ്റെ ഈ തടിയാണോ പ്രശ്നം? ഞാനത് കുറച്ചാൽ എന്നെ അമ്മ മരുമകളായിട്ട് അംഗീകരിക്കുമോ? വേണ്ട, മനുഷ്യ സ്ത്രീയായിട്ട് അംഗീകരിക്കോ? പെട്ടെന്നുള്ള നന്ദുവിൻ്റെ എടുത്തടിച്ച മാതിരി ചോദ്യം കേട്ട് അവർ ഒന്ന് ഞെട്ടി. ഇല്ല, അംഗീകരിക്കില്ല.
വസുന്ധരയ്ക്ക് പകരം മറുപടി പുറത്തുനിന്നായിരുന്നു വന്നത്.